കേരളം ഒരു ഇവാഞ്ചലിസത്തിൻ്റെയോ കൺസ്യൂമറിസത്തിൻ്റെയോ ഒക്കെ മേഖലയിൽ തന്നെയാണ്. നമുക്കെല്ലാവർക്കും എ ഐ അറിയാം, പക്ഷേ നമ്മൾ എയുടെ ഉപഭോക്താക്കൾ മാത്രമാണ്. എ ഐ ഉണ്ടാക്കുന്നവരോ അല്ലെങ്കിൽ എ ഐ ഉപയോഗിച്ച് പുതിയ എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യുകയോ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ വളരണം. അതാണ് നമ്മുടെ കറൻറ്റ് സ്റ്റാറ്റസ്. അതിനുള്ള സാധ്യതകളുണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് സാധ്യതകളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ആ എക്കണോമിക് ഗെയിൻ ഉണ്ടാക്കുന്ന ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാൽ മാത്രമേ നമ്മളുടെ സ്റ്റേറ്റിനും നമ്മുടെ രാജ്യത്തിനും അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. മുമ്പും ഇത് ഒരു 10-20 വർഷം മുമ്പ് തന്നെ RPA എന്ന പേരിൽ, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ എന്ന പേരിൽ ഇതുണ്ടായിരുന്നു. ഇവിടെ AI വന്നതോടുകൂടി ഒരു AI ഏജൻറ്റിക് സിസ്റ്റം. അപ്പോൾ AI ഏജൻറ്റിക് സിസ്റ്റത്തിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ അപകടം കുറച്ചുകൂടി വലുതാകുകയാണ്. അതായത് ഇന്ന് ഒരു ആൾ ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ ഒരു ആളുകളുടെ കളക്ഷൻ ചെയ്യുന്നതിന് പകരം ഏജൻറ്റുകൾ, വലിയൊരു ഏജൻറ്റിക് നെറ്റ്വർക്ക്, നമ്മൾ ബോട്ട് നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്ന ഒരു ഏജൻറ്റിക് നെറ്റ്വർക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ വളരെ പരിമിതമായ നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവിന് ഒരു ആർട്ടിഫിഷ്യൽ ഇംപ്ലിമെൻറ്റേഷൻ മാത്രമേ ഇന്ന് നിർമ്മിത ബുദ്ധി എത്തിയിട്ടുള്ളൂ. അതായത് വളരെ നേസെൻറ്റ്, വളരെ ശൈശവ അവസ്ഥയിൽ തന്നെയാണ് നിർമ്മിത ബുദ്ധി എന്നുള്ളത്. വിവര സാങ്കേതിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിനാണ് ഇന്ത്യയും ലോകവും സാക്ഷ്യം വഹിക്കുന്നത്. നിർമ്മിത ബുദ്ധിയുടെ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വളർച്ചയും വരവോടും കൂടെ നമ്മുടെ കാർഷിക മേഖലയും വിദ്യാഭ്യാസ മേഖലയും വിവര സാങ്കേതിക മേഖലയും എല്ലാം പൊളിച്ചെഴുതപ്പെടുകയാണ്. പുതിയ പുതിയ സങ്കല്പങ്ങൾ വരുന്നു, പുതിയ തൊഴിൽ രീതികൾ വരുന്നു. നമ്മുടെ പരമ്പരാഗത IT വ്യവസായങ്ങൾ, IT തൊഴിലുകളെല്ലാം മാറ്റത്തിന് വിധേയമാവുകയാണ്. ഇതിനിടെ തൊഴിൽ നഷ്ടത്തിൻ്റെ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ തൊഴിലവസരങ്ങളുടെ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കാൻ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഡീനും ബ്ലോക്ക് ചെയിൻ അക്കാദമിയുടെ ഡയറക്ടറുമായ ഡോക്ടർ S. അഷ്റഫാണുള്ളത്. നമുക്ക് അദ്ദേഹത്തോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം. സാർ നമസ്കാരം. ഈ AI ടെക്നോളജിനെ കുറിച്ചാണ് നമ്മളെല്ലാവരും വലിയ കൗതുകത്തോടെ നോക്കുന്ന ഒരു കാര്യം. ഈ നിർമ്മിത ബുദ്ധിയുടെ വരവോടുകൂടി വളരെ സാധാരണക്കാരായ ആളുകൾ പോലും, നമ്മുടെ സർവ്വതല സ്പർശിയാണല്ലോ ഈ സാങ്കേതികവിദ്യ, വളരെ സാധാരണക്കാരായ ആളുകൾക്ക് പോലും വലിയ ആശങ്ക ഉണ്ടാകുന്ന ഒരു കാര്യം, ഇത് വന്നാൽ പണിയില്ലാതാവുന്നുള്ളതാണ്. എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യം, AI വരുന്നു, പണി പോകുന്നു എന്നുള്ള വാർത്ത മാത്രമാണ് കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ ചർച്ചയാവുന്നതും അതാണ്. അത്തരത്തിൽ AI ആളുകളുടെ പണി കളയും? ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. കാരണം ഈ നിർമ്മിത ബുദ്ധി എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കതിലേക്ക് പോകാം. നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിനെ നിർമ്മിതമായി അല്ലെങ്കിൽ കൃത്രിമമായി ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ, അതിൻ്റെ വലിയ ശൃംഖലകൾ സൃഷ്ടിച്ചാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന ഇന്ന് നാം കാണുന്ന സങ്കേതങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നമുക്ക് എന്തുമാത്രം നമ്മളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന്. അപ്പോൾ അത്തരത്തിൽ വളരെ പരിമിതമായ നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവിന് ഒരു ആർട്ടിഫിഷ്യൽ ഇംപ്ലിമെൻറ്റേഷൻ മാത്രമേ ഇന്ന് നിർമ്മിത ബുദ്ധി എത്തിയിട്ടുള്ളൂ. അതായത് വളരെ നേസെൻറ്റ്, വളരെ ശൈശവ അവസ്ഥയിൽ തന്നെയാണ് നിർമ്മിത ബുദ്ധി എന്നുള്ളത്. അപ്പോൾ ആ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വളരെ അടുത്ത കാലത്ത് വലിയ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഒരുപാട് ഡേറ്റ, ഇൻ്റർനെറ്റിലും അല്ലാതെയും അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ഡേറ്റ ഉപയോഗിച്ച് ട്രെയിൻ ചെയ്ത പ്രീ ട്രെയിൻഡ് മോഡൽസ്, അതിനെയാണ് നമ്മൾ ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്നോ, അതുപയോഗിച്ച് നിർമ്മിക്കുന്ന നിർമ്മിത ബുദ്ധിയുടെ ഏജൻറ്റുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ചില സംവിധാനങ്ങൾ, അതിനെ നമ്മൾ ഏജൻറ്റിക് AI എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളിലേക്ക് നമ്മളെത്തി. അതിൻ്റെ ഭാഗമാണ് നമ്മൾ കാണുന്ന ChatGPTകളും ജെമിനിയും ക്ലോഡും ഒക്കെ. അപ്പോൾ മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ യന്ത്രവൽക്കരണം മനുഷ്യനിലേക്ക് വന്നപ്പോൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്തു. യാത്ര ചെയ്യാൻ നമ്മൾ കാളവണ്ടിയോ ഉപയോഗിക്കുന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ പെട്രോളോ ഡീസലോ ഒക്കെ ഉപയോഗിക്കുന്ന കാറുകളിലേക്കൊക്കെ മാറി. ഇനി നമ്മൾ ബുള്ളറ്റ് ട്രെയിനിലേക്ക് മാറും. ഇപ്പോഴും നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. മുമ്പ് കുറച്ച് ദൂരം യാത്ര ചെയ്യുന്ന നമ്മൾ കൂടുതൽ ദൂരം യാത്ര ചെയ്യുന്നു. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. നിർമ്മിത ബുദ്ധി മനുഷ്യനിലേക്ക് വന്ന പുതിയ ഒരു ടൂള് മാത്രമാണ്. AI ആളുകളുടെ ജോലി കളയുമോ എന്ന ചോദ്യത്തിന് AI ആളുകളുടെ ജോലി കളയില്ല. പക്ഷേ AI ഉപയോഗിച്ച് ജോലികൾ ചെയ്യുന്ന ആളുകൾ, അത് ഉപയോഗിക്കാത്ത ആളുകളുടെ ജോലി കളയും. അപ്പോൾ ഇത് പഠിച്ച് പുതിയ രീതിയിൽ ജോലികൾ ചെയ്യാൻ നമ്മൾ പ്രാപ്തരാകുക എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ട കാര്യം. ഈ AI പഠിച്ച ആളുകൾ എന്ന് പറയുമ്പോഴേ നമ്മുടെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇന്ത്യയിലൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലൊക്കെ ആണെങ്കിലും
നമ്മൾ നേരിടുന്ന ഈ മേഖലയിൽ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി നമുക്ക് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ വിഷയത്തിൽ കുറച്ച് നന്നായി ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുടെ ഒരു അഭാവമുണ്ട്. അപ്പോൾ പലപ്പോഴും വിദ്യാർത്ഥികളൊക്കെ ഈ AI എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുകിട കമ്പ്യൂട്ടർ സെൻ്ററുകളൊക്കെ വെക്കുന്ന ചെറുകിട കോഴ്സിലൊക്കെ പോയിട്ട് വലിയ പൈസയൊക്കെ കൊടുത്ത് പലപ്പോഴും ചീറ്റിയപ്പെടാതെ തൊഴിലില്ലാതെ അവസ്ഥയിലേക്കൊക്കെ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ AI മേഖലയിൽ ഇപ്പോൾ W3 Web3 സാങ്കേതികവിദ്യയൊക്കെ ഇൻ്റർനെറ്റിൽ വരുന്നു. അത് AI-യുമായിട്ട് ചേരുന്നു. ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ ഒക്കെ ഒന്നിച്ച് ചേർന്ന് വലിയ രീതിയിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെയും അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലോക്ക് ചെയിൻ അക്കാദമിയൊക്കെ, അങ്ങ് ബ്ലോക്ക് ചെയിൻ അക്കാദമിയുടെ ആളായതുകൊണ്ട് കൂടി ചോദിക്കുകയാണ്, ഇതിൻ്റെയൊക്കെ കൂടെ എങ്ങനെയാണ് ഇവരുടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്? മുമ്പ് AI അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി കമ്പ്യൂട്ടർ സയൻസുകാരുടെ ഒരു സ്പെഷ്യലൈസേഷൻ മാത്രമായിരുന്നു. ഇന്ന് AI എല്ലാവർക്കും ഉപയോഗിക്കാം. ഒരു ജേർണലിസ്റ്റ് അയാളുടെ കണ്ടൻറ്റ് എഴുതുമ്പോൾ അതിന് പുതിയ മേഖലകളിലേക്ക് ആ കണ്ടൻറ്റിനെ എത്തിക്കാൻ, അല്ലെങ്കിൽ പുതിയ എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ പുതിയ ഐഡിയ ജനറേഷന് വേണ്ടി ജേർണലിസ്റ്റ് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് അദ്ദേഹം എഴുതിയ കണ്ടൻറ്റിനെ ക്യൂറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. കുറേ കണ്ടൻറ്റ് ഒന്നിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്നിച്ച് കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ ജേർണലിസ്റ്റിന് ആവശ്യമുണ്ട്. ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടാക്കുന്ന ആളിന് ഉപയോഗിച്ച് സിനിമ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കറിയാം, ഒരു പിക്ചർ, ഒരു പടം കൊടുത്താൽ ആ പടം ഉപയോഗിച്ച് ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന AI ടൂളുകൾ നമ്മുടെ മുന്നിൽ ഇന്ന് അവൈലബിൾ ആണ്. അത് AI ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. 2 നടന്മാർ അഭിനയിക്കുന്ന ഒരു രംഗം, അത് ഒരു സ്ക്രിപ്റ്റിൽ എഴുതപ്പെടുന്നു. ഒരു ഡയറക്ടർ അത് ഇമാജിൻ ചെയ്യുന്നു. ആ ഡയറക്ടർ വിചാരിക്കുകയാണ് റോഡിൻ്റെ സൈഡിലൂടെ അവർ നടന്നു പോകുന്നു. ഇടതുഭാഗത്ത് പോകുന്ന ആൾ ഒന്ന് സ്ലിപ്പ് ചെയ്യുന്നു, വലതുഭാഗത്ത് ആൾ പിടിക്കാൻ കഴിയുന്നില്ല, രണ്ടുപേരും ചളിയിൽ വീഴുന്നു. അവിടെ ഒരു കോമഡി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആ കോമഡി സീൻ ഞാൻ AI ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ എന്താ സംഭവിച്ചത്? ആ ഡയറക്ടറുടെ മനസ്സിലുണ്ടായ ഒരു സീക്വൻസാണ് AI കൊണ്ട് ജനറേറ്റ് ചെയ്തത്. ഇതേ കാര്യം കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ട് ഇതൊന്നും പറയാതെ നീ 2 നടന്മാരെ കൊണ്ട് എനിക്ക് ഒരു വീഡിയോ ഉണ്ടാക്കി തരൂ, അവർ തമ്മിലൊരു കോമഡി സീൻ ഉണ്ടാവണം, റോഡിലാണ് എന്നൊക്കെ പറഞ്ഞ് AI-യുടെ പഠിച്ചു വെച്ചിരിക്കുന്ന രീതികൾ ഉപയോഗിച്ചൊരു വീഡിയോ ഉണ്ടാക്കാം. ഒന്നാമത്തെ വീഡിയോ ആരുടെ മനസ്സിലുണ്ടായത്? ഡയറക്ടറുടെ മനസ്സിലുണ്ടായി. അതൊരു മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് പോകുന്നത്. രണ്ടാമത് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു യന്ത്രമുണ്ടാക്കിയ കാര്യം നമ്മൾ മനസ്സുകളിലേക്ക് കൊണ്ടുവരുന്നു. ഇത് വേറൊന്നുമില്ല, ആളുണ്ടാക്കുന്ന ചായയും മെഷീൻ ഉണ്ടാക്കുന്ന ചായയും തമ്മിലുള്ള വ്യത്യാസം അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ താങ്കൾ ചോദിച്ച ഒന്നാമത്തെ ചോദ്യമുണ്ട്, ഇതിന് സ്കില്ലിംഗ്, അതായത് ഇതിലൊരു എഡ്യൂക്കേഷൻ പൊട്ടൻഷ്യൽ ഉണ്ടോ, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്താണ് ചെയ്യുന്നത്? ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അതിൻ്റെ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, അതായത് ഏതൊരു മേഖലയെയും നമുക്ക് ഡിജിറ്റലി ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. കെമിസ്ട്രി പഠിച്ച ഒരാളിന് ഡിജിറ്റൽ സ്കിൽസും കുറച്ച് കമ്പ്യൂട്ടിംഗ് സ്കിൽസും കുറച്ച് ഡ്രഗ് റിലേറ്റഡ് കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ട് ഒരു കമ്പ്യൂട്ടേഷണൽ ഡ്രഗ് ഡിസൈനർ ആവാൻ പറ്റും. ഒരു ബയോളജിസ്റ്റിന് ബയോളജി ഒക്കെ പഠിച്ച ആളിന് ഒരു ജെനറ്റിക്സിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു AI പ്രൊഫഷണൽ ആവാൻ പറ്റും. ഒരു മാത്തമാറ്റീഷ്യന് ഒരു ഡേറ്റ അനലിസ്റ്റോ ഒരു ഫിനാൻഷ്യൽ ക്വാണ്ടിറ്റേറ്റീവ് അനലിസ്റ്റോ ആയി മാറാൻ പറ്റും. അതായത് ഏത് ഫങ്ഷണൽ ഡൊമൈനിലുള്ള ആളിനും AI അല്ലെങ്കിൽ ഡിജിറ്റൽ അല്ലെങ്കിൽ ടെക്നോളജി സ്കിൽ, AI എന്ന് സ്പെസിഫിക്കലി നമ്മൾ ആലോചിക്കേണ്ട, ടെക്നോളജി സ്കിൽ അക്വയർ ചെയ്തിട്ട് ഒരു ഡിജിറ്റൽ പ്രൊഫഷണൽ, അയാളൊരു പ്രോഗ്രാമറായി അല്ല മാറുന്ന, അയാളുടെ അതേ മേഖലയിലുള്ള ഒരു ഡിജിറ്റലി എംപവേർഡ് പ്രൊഫഷണൽ ആവാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AI പ്രൊഫഷണൽ ആവാം, കമ്പ്യൂട്ടേഷണൽ ഡ്രഗ് ഡിസൈനർ ആവാം, ഇൻഫർമാറ്റിക്സ് ആവാം. ജിയോളജി പഠിച്ച ആളിന് ഇൻഫർമാറ്റിക്സ് സൈഡിലേക്ക് പോകാൻ പറ്റും. മാത്തമാറ്റീഷ്യന് ഒരു ക്വാണ്ടിറ്റേറ്റീവ് പ്രൊഫഷൻ ആവാൻ പറ്റും, ഫിനാൻഷ്യൽ ക്വാണ്ടിറ്റേറ്റീവ് പ്രൊഫഷൻ ആവാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഓഫർ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ നമ്മളുടെ ആളുകളുടെ അല്ലെങ്കിൽ നമ്മളുടെ പുതിയ തലമുറ ഇങ്ങനെ വാർത്തെടുക്കാൻ കഴിയുമോ? ഈ രീതിയിൽ ഏത് മേഖലയിലും ഒരു ഡിജിറ്റൽ എംപവർമെൻറ്റിലൂടെ മനസ്സുകളെ മാറ്റി പുതിയ തൊഴിലിലേക്ക് എത്തിക്കാൻ പറ്റുമോ? അതാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ പ്രാഥമികമായ ലക്ഷ്യം. ഇതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലുള്ള പല സ്ഥാപനങ്ങളുടെയും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനുള്ള പ്രോജക്ട്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ടാഗ് ലൈൻ പറയുന്ന പോലെ ക്യൂറേറ്റിംഗ് എ റെസ്പോൺസിബിൾ ഡിജിറ്റൽ വേൾഡ്. ഇതൊരു ഓൺലൈൻ യൂണിവേഴ്സിറ്റി അല്ല, നമ്മൾ ഓൺലൈൻ പ്രോഗ്രാംസ് മാത്രം കൊടുക്കുന്നൊരു യൂണിവേഴ്സിറ്റി അല്ല. നിങ്ങൾ ഏത് മേഖലയിലാവട്ടെ ആ മേഖലയിൽ
ഡിജിറ്റലി നിങ്ങളെ എംപവർ ചെയ്ത് ഒരു ഡിജിറ്റൽ എംപവേർഡ് പ്രൊഫഷണൽ, അത് നിങ്ങളുടെ മേഖലയിൽ തന്നെ അതാക്കുന്ന കോഴ്സുകൾ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ 5 സ്കൂളുകൾ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ സയൻസസ്, അതായത് സയൻസസിനെ ഡിജിറ്റൽ ഉപയോഗിക്കാൻ, ഫങ്ഷണൽ ഡൊമൈനായിട്ടുള്ള എക്കോളജിക്കൽ ഇൻഫർമാറ്റിക്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടി ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു സ്കൂള്, അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് ഹ്യൂമാനിറ്റീസിനും ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസിൻ്റെ ഒരു സ്കൂൾ. ഇവിടെ എല്ലാം ഡിജിറ്റൽ ഫസ്റ്റായിട്ട് ആളുകളുടെ ട്രാൻസ്ഫോം ചെയ്യുന്നു. ഇതോടൊപ്പം കുറേ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ഉണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞ കേരള ബ്ലോക്ക് ചെയിൻ അക്കാഡമി, ബ്ലോക്ക് ചെയിൻ എന്ന മേഖല എങ്ങനെ പല തരത്തിലുള്ള നമ്മളുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റി, അതിൽ വളരെ റീസെൻ്റായിട്ട് നടന്ന ചില എക്സാമ്പിൾസ് ഞാൻ പറയാം. ബ്ലോക്ക് ചെയിൻ ഉപയോഗിച്ച് നമ്മളുടെ ലാൻഡ് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒരു വസ്തുവിൻ്റെ എന്തൊക്കെ ട്രാൻസാക്ഷൻ മുമ്പ് നടന്നിട്ടുണ്ട്, അതിന് ശേഷം നടന്നിട്ടുണ്ട്, ഇത് റെക്കോർഡ് ചെയ്താൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അതാണല്ലോ ഈ ഡീഡ്സിൽ വേണ്ടത്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തൊരു 1 റവന്യൂ കാർഡ് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഇപ്പോൾ ഓണായിട്ട് പോകുന്നുണ്ട്. നമ്മളുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി, അതൊരു UPSC പോലെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ആയിക്കോട്ടെ, അവർ നമ്മളൊരു ഡോക്യുമെൻറ്റ് കൊടുത്തു, നമ്മളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തു, നമുക്കൊരു മാർക്ക് വന്നു, ഒരു എക്സാമിൽ മാർക്ക് വന്നു. ഇതൊക്കെ ഒരിക്കൽ എഴുതി കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടാവണം, അത് പെർമനൻ്റ് ആയിട്ട് അവിടെ ഉണ്ടാവണം, ആരും തിരുത്താൻ പാടില്ല, കാരണം നമ്മളുടെ മാർക്കാണ്. ഇതും വേണമെങ്കിൽ ബ്ലോക്ക് ചെയിനിൽ എഴുതാം. അപ്പോൾ ബ്ലോക്ക് ചെയിൻ നമുക്ക് വളരെ സാക്രോസാങ്ക്റ്റായിട്ട് സ്റ്റോർ ചെയ്യേണ്ട ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെഡ്ജറാണ്. അപ്പോൾ ഈ ടെക്നോളജി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബ്ലോക്ക് ചെയിൻ അക്കാഡമി, അത് സെൻറ്റർ ഓഫ് എക്സലൻസ് എന്ന് പറയും, അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ AI പുതിയ ഒരു ഇന്ത്യ AIയുടെ ഭാഗമായിട്ടൊരു സെൻറ്റർ, ഇന്ത്യ AI സെൻറ്റർ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ പുതിയതായിട്ട് വരുന്നുണ്ട്. അത് അതിൻ്റേതായ ഒരു ഇൻഡിപെൻഡൻസ് ഉള്ള ഒരു സെൻറ്റർ ആയിരിക്കും. ഗ്രഫീൻ പോലുള്ള മെറ്റീരിയൽസിൽ വർക്ക് ചെയ്യുന്ന ഒരു സെൻറ്റർ നമുക്കുണ്ട്. IoT എന്ന് പറയുന്ന ഏരിയയിൽ വെക്കുന്ന IoT എന്ന് പറഞ്ഞൊരു സെൻറ്റർ ഉണ്ട്. എറണാകുളത്ത് നമുക്കൊരു ഇൻക്യുബേറ്റർ ഉണ്ട്, മേക്കർ വില്ലേജ് എന്ന് പറയുന്ന ഒരു ഇൻക്യുബേറ്റർ ഉണ്ട്. ഇങ്ങനെ കുറേ സെൻറ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് അത് ആരുമാകട്ടെ, ഫിസിക്സ് പഠിച്ചു വരുന്ന ആൾ എടുക്കുന്ന കോഴ്സ് ചിലപ്പോൾ ഈ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഡാറ്റ അനലിറ്റിക്സ് ആവാം, ബയോളജി പഠിക്കുന്ന ആൾ ബയോ AI MSc പ്രോഗ്രാം ആവാം. ഇവർക്കെല്ലാം തന്നെ ആദ്യത്തെ ഒരു സെമസ്റ്ററിൽ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എല്ലാം പ്രോജക്ട്സുകളും റിയൽ പ്രോജക്ട്സുകളും ട്രെയിനിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. ഒരു ചെറിയ പേയ്മെൻറ്റോട് കൂടി തന്നെ, അതായത് അവർക്ക് അങ്ങോട്ട് പേയ്മെൻറ്റ് കിട്ടും. ഏൺ വൈല്യൂ ലേൺ എന്നൊരു പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്യുന്നൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോജക്റ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ സെക്കൻഡ് സെമസ്റ്റർ ഓൺവേർഡ്സ് ഈ സ്റ്റുഡൻസിന് ഒരു 10,000 രൂപ മുതൽ 40,000 രൂപ വരെ മന്ത്ലി കിട്ടുന്ന രീതിയിൽ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ഫിസിക്സ് ആളായിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത്, ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു റിയൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രോജക്റ്റിലാവാം, റിയൽ വേൾഡ് സൊല്യൂഷന് വർക്ക് ചെയ്യും. ആ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഒരു 3 സെമസ്റ്ററോ 2 സെമസ്റ്ററോ, മിക്കവാറും 4ാമത്തെ സെമസ്റ്റർ അവർ ജോലി കിട്ടി വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടാവും. അപ്പോൾ 2 സെമസ്റ്റർ, 2ാമത്തത് 3ാമത്തെ സെമസ്റ്റർ ഇത് വർക്ക് ചെയ്യുന്നതോടുകൂടി അവർ ശരിക്കും ഇൻഡസ്ട്രി റെഡിയാവും. പക്ഷെ ഇത് കോഴ്സ് ഫോമിലാണ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ്, PhD പ്രോഗ്രാംസ് ആൻഡ് പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാംസ് മാത്രമേ ഉള്ളൂ. അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് നമ്മൾ ഓഫർ ചെയ്യുന്നില്ല. പ്രോബബ്ലി വളരെ അടുത്ത് തന്നെ ഞങ്ങൾ ഈ വർഷമില്ല അടുത്ത വർഷമോ മറ്റോ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാംസിലൂടെ പോകാനുള്ള സാധ്യത അതിലേക്ക് വരും, ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഉണ്ട്, അതെ, ആ ക്യാമ്പസ് വലുതാവും. അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ പുതിയ സ്ഥലവും പുതിയ ബിൽഡിങ്ങുകളും ഒക്കെ വരുന്നുണ്ട്. നമ്മൾ AI കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോഴേ വലിയ സ്വപ്നങ്ങളാണ് നമ്മുടെയൊക്കെ മുൻപിലുള്ളത്. ഒരുപക്ഷെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു പോയ ആശങ്കകൾക്കൊക്കെ അപ്പുറം വലിയ തൊഴിൽ സാധ്യതകൾ ഇപ്പോൾ അങ്ങയോട് സംസാരിക്കുമ്പോഴാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നു വലിയൊരു സാധ്യത നിങ്ങളൊക്കെ ചേർന്ന് തുറന്നിടുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു 1-2 പതിറ്റാണ്ടായിട്ട് ഈ മേഖലയിൽ ഗവേഷണം നടത്തുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? നമ്മൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ കോമ്പീറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു നിലവാരത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്കൊരു എഡ്ജ് ഉണ്ടാക്കാനായി സാധിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും കൺസ്യൂമേഴ്സാണ്, നമ്മുടെ കൺസ്യൂമർ സ്റ്റേറ്റ്. അപ്പോൾ അതേലും ബാധകമാണ്. നമ്മുടെ മിക്കവാറും ആൾക്കാർ ഈ AI ഏജൻസിനെ അല്ലെങ്കിൽ AI ടൂളുകൾ, ജെമിനിയോ ChatGPTയോ ക്ലൗഡോ ഒക്കെ തൊട്ടു നോക്കിയിട്ടില്ലാത്ത പുതുതലമുറയെ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മൾ കൺസ്യൂമേഴ്സാണ്. അപ്പോൾ കൺസ്യൂമേഴ്സിന് അത് കൺസ്യൂം ചെയ്ത് അതിൻ്റെ ചില ബെനിഫിറ്റ്സ് എടുക്കാൻ മാത്രമേ കഴിയുള്ളൂ.
അപ്പോൾ എപ്പോഴും ഉൽപ്പാദകരോ അല്ലെങ്കിൽ ഏതൊരു പ്രോഡക്റ്റോ സർവീസോ ആണെങ്കിലും ഉൽപ്പാദകരോ അത് നമ്മളിലേക്ക് എത്തിക്കുന്ന ആ ബിസിനസ്സുകളോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഏജൻസോ മാത്രമേ അതിൽ നിന്നൊരു എക്കണോമിക് ഗെയിൻ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ആ എക്കണോമിക് ഗെയിൻ ഉണ്ടാക്കുന്ന ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാൽ മാത്രമേ നമ്മളുടെ സ്റ്റേറ്റിനും നമ്മുടെ രാജ്യത്തിനും അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വലിയ നമ്മൾ കാണാം, യൂറോപ്യൻ കാറുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ യൂറോപ്യൻ കാറുകൾ ഇവിടെ ഉണ്ടാക്കപ്പെടുന്നില്ല, അതിൻ്റെ ടെക്നോളജി ഇവിടെ ബിൽഡ് ചെയ്യുന്നില്ല. അപ്പോൾ കേരളം ഒരു ഇവാഞ്ചലിസത്തിൻ്റെയോ കൺസ്യൂമറിസത്തിൻ്റെയോ ഒക്കെ മേഖലയിൽ തന്നെയാണ്. നമുക്കെല്ലാവർക്കും AI അറിയാം, പക്ഷേ നമ്മൾ AIയുടെ ഉപഭോക്താക്കൾ മാത്രമാണ്. AI ഉണ്ടാക്കുന്നവരോ അല്ലെങ്കിൽ AI ഉപയോഗിച്ച് പുതിയ എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യുകയോ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ വളരണം. അതാണ് നമ്മുടെ കറൻറ്റ് സ്റ്റാറ്റസ്. അതിനുള്ള സാധ്യതകളുണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് സാധ്യതകളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കാം. ഇന്ത്യയിൽ ഇപ്പം കാർഷിക മേഖല നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത് ഇപ്പോൾ കാർഷിക മേഖലയൊക്കെയാണ്. അപ്പോൾ പല ആളുകൾക്കും ഒരു സംശയം ഉണ്ടാവും, അപ്പം AI പോലെയുള്ള സാധനങ്ങൾ ഒരു എലൈറ്റ് ക്ലാസിൻ്റെ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക മേഖലകൾക്ക് മാത്രം ഉപയോഗപ്പെടുന്നത്. പക്ഷേ കാർഷിക മേഖലയിലടക്കം വലിയ സാധ്യതകൾ ഇതിനുണ്ടെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഒരു സമഗ്രമായിട്ടുള്ളൊരു ട്രെയിനിങ് പ്രോഗ്രാമാണോ നമ്മുടേത്? അതായത് ഈ കാർഷിക മേഖല അടക്കമുള്ള കാര്യങ്ങളെ നമ്മളിതിൽ കൺസിഡർ ചെയ്യുന്നുണ്ടോ? വളരെ നല്ല ചോദ്യം. കാരണം ഞങ്ങൾ ഇപ്പോൾ AI സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി അവരാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ AI പ്രോഗ്രാമിലൂടെ. അതോടൊപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ്. അതിലെനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, നമുക്ക് കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്യാബിനറ്റ് ലെവലിൽ ഒരു AI പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഒരു മിനിസ്റ്ററുണ്ട് നമുക്ക് AIയിൽ. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് അടുത്ത പാർട്ട്ണർ. മൂന്നാമത് വരുന്നത് ഒരു ഇൻഡസ്ട്രി പാർട്ട്ണർ, ഇന്നോവേഷൻ ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലും US-ലും വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി പാർട്ട്ണർ ചേർന്നിട്ടാണ് ഈ പ്രോഗ്രാം. ആ AI സെൻറ്ററിൽ 3 വെർട്ടിക്കൽസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ വെർട്ടിക്കൽ എന്ന് പറയുന്നത് ഒരു പവർ ഹൗസ് എന്ന് പറഞ്ഞാൽ നമുക്ക് AIക്ക് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് വേണം. അത് ക്ലൗഡിലാവാം, ലോക്കലാവാം, അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് പവർ ഹൗസ്. രണ്ടാമതൊരു ഗരേജാണ്. ഗരേജിൽ നിങ്ങൾക്ക് വന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ പല കാര്യങ്ങളും പഠിപ്പിക്കും. അപ്പം നിങ്ങൾക്ക് അവിടെ ഒരു കപ്പാസിറ്റി ബിൽഡിംഗ് ആണ് ഗാരേജ്. എപ്പോൾ എല്ലാ ഗാരേജുകളെയും പോലെ നമുക്കറിയാമല്ലോ ഒരു വാഹനത്തിൻ്റെ ഗാരേജ് എന്ന് പറഞ്ഞാൽ എന്താണ്. അവിടെ നടക്കുന്നത് ആൾക്കാർക്ക് അവിടെ വന്ന് പണിയെടുക്കാനും പഠിക്കാനും ഒക്കെയുള്ള അവസരം. മൂന്നാമതുള്ളത് ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ എന്ന കൺസെപ്റ്റാണ്. സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ ഒരു സബ്സിഡൈസ്ഡ് റിയൽ എസ്റ്റേറ്റ് അല്ല. സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോയിൽ നിങ്ങളുടെ ഐഡിയ ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോട്ടോടൈപ്പിലേക്ക് പോകാൻ ഒരു 3 മാസം തരും പ്രീ ഇൻക്യുബേഷൻ, 6 മാസം നിങ്ങൾക്ക് ഇൻക്യുബേഷൻ ആൻഡ് അനദർ 3 months നിങ്ങൾക്ക് ഒരു ആക്സലറേഷൻ. ഇങ്ങനെ ഒരു പൈപ്പ് ലൈനാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ആയതുകൊണ്ട് നിങ്ങൾക്ക് 5 വർഷം കൊണ്ട് AI ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇയർ ഔട്ട് ഓഫ് ബിസിനസ്. നിങ്ങൾക്ക് അത് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വളരെ ഫെയിൽ ഫാസ്റ്റ്, പെട്ടെന്ന് ഉണ്ടാക്കുക. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോയിൽ വരുന്ന ഈ ഓണ്ടർപ്രണേഴ്സിന് നമ്മൾ ഈ ഗാരേജ് ആക്സസ് കൊടുക്കുന്നുണ്ട്. ഗാരേജിൽ നോളജ് നെറ്റ്വർക്ക് ഉണ്ട്, ഇൻ്റർനാഷണൽ പ്രോബ്ലം സ്പേസ് വരുന്നുണ്ടാവാം. നമുക്ക് കൊളാബറേറ്റേഴ്സ് ഉണ്ട്, ഇൻ്റർനാഷണൽ കൊളാബറേറ്റേഴ്സ് ഉണ്ട്. അവർ പ്രോബ്ലംസ് വന്ന് പറയും. ഇതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആക്സസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വളരെ ഫാസ്റ്റായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്ത് നടക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിച്ച് പിന്നെ ഇൻക്യുബേറ്റ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിച്ച് അത് ഫെയിൽ ഫാസ്റ്റിനുള്ള ഓപ്ഷൻ എല്ലാം ഉണ്ട്. അല്ലാതെ നിങ്ങൾ കമ്പ്യൂട്ടർ എന്ന് വാങ്ങാം, എനിക്ക് 4 പേരെ ഹയർ ചെയ്താൽ ഇത് ഉണ്ടാക്കാൻ പറ്റും, അല്ല. ഗാരേജിൽ ആളുണ്ടാവും. അപ്പോൾ അവർക്ക് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. അതോടൊപ്പം നിങ്ങളുടെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് പ്രൊഫഷണൽ നെറ്റ്വർക്ക് ഉണ്ട്. നമ്മുടെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഒരു സീനിയർ പ്രൊഫഷണൽ ഫെലോഷിപ്പാണ്. അതായത് കുറച്ച് ഈ പ്രൊഫഷണൽ ഈ കരിയറിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത് വന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടാവും. അവരെയൊക്കെ ഇതിൻ്റെ ഭാഗമാക്കുക. നമ്മൾ ഒരു ഫെലോ ആയിട്ട് ഭാഗമാക്കുക. മെൻറ്റർ അല്ല, ഇവർ ഇൻറ്റഗ്രൽ പാർട്ടാണ്. വിളിക്കുമ്പോൾ വരുന്നവരല്ല, ഇവർക്കൊരു ID കാർഡൊക്കെ കൊടുക്കുന്ന അവർക്ക് എല്ലാ സമയത്തും ഇവിടെ കയറി വരാം. അപ്പോൾ ഈ കുട്ടികളോടൊപ്പം അല്ലെങ്കിൽ യങ് പ്രൊഫഷണൽ, അതായത് ഒരു 3 വർഷം വർക്ക് ചെയ്ത 5 വർഷം വർക്ക് ചെയ്ത ഒരാളാണല്ലോ കമ്പനി ചിലപ്പോൾ ഉണ്ടാക്കാം. അയാളോടൊപ്പം 40 വർഷം മിഡിൽ ഈസ്റ്റിൽ ചിലപ്പോൾ ഗ്യാസ് ആൻഡ് ഓയിൽ വർക്ക് ചെയ്ത ഒരാൾ വന്നിട്ടായിരിക്കും പറയുക AI ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സർവീലിയൻസ് സിസ്റ്റംസ് ബിൽഡ് ചെയ്യാം. അപ്പം ഈ മനുഷ്യൻ ഈ 6 വർഷം 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണൽ ഒരിക്കലും നമ്മൾ ഈ ഗ്യാസ് പൈപ്പ് ലൈൻ കണ്ടിട്ടുണ്ടാവില്ല. ഈ ഗ്യാസ് പൈപ്പ് ലൈനിൽ ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ ഇയാൾ വിചാരിക്കും ആളുള്ള സ്ഥലത്തൂടെ ക്രോൾ ചെയ്ത് പോകാം. ചിലപ്പോൾ അപ്പോൾ ഉണ്ടാക്കേണ്ടത് ഒരു ഡ്രോൺ ആവാം. ആ ഡ്രോണ് നടക്കാൻ കഴിയണം, പറക്കാൻ കഴിയണം, ക്രോൾ ചെയ്യാൻ കഴിയണം, അതിന് സോളാറിൽ നിന്ന് റീചാർജ് ചെയ്യാൻ കഴിയണം. കാരണം അത് പോകേണ്ടത് ഹൺഡ്രഡ്സ് ഓഫ് മൈൽസ് ആയിരിക്കും. എന്നാൽ മാത്രമേ ഈ പൈപ്പ് ലൈൻ ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് റിയാലിറ്റി അറിയുന്ന പ്രൊഫഷണൽസ് ഈ എക്കോസിസ്റ്റത്തിൽ വരും. അപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. ഈ
എക്കോസിസ്റ്റം ഞാൻ പറഞ്ഞല്ലോ ട്രെയിനിങ് പ്രോഗ്രാംസ് കൊണ്ടുവരും. ആ ട്രെയിനിങ് പ്രോഗ്രാംസ് ഞങ്ങൾ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടൊരു 3 ഏരിയാസ് ഇതിൽ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആദ്യത്തെ ഒരു 12 months പ്ലാൻഡ് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ ബാംഗ്ലൂർ വെച്ചിട്ടാണ്. അതിലാദ്യം അവർ ചോദിച്ചതാണ്, നിങ്ങൾ ആദ്യത്തെ 12 മാസം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ആദ്യത്തെ ആ ഏരിയ ഇതൊക്കെയാണ്. ഒന്ന് ഹെൽത്ത് കെയർ ആണ്, രണ്ടാമത് പറഞ്ഞ ഏരിയ ഗവേണൻസ് ആണ്. ഗവേണൻസിൽ അഗ്രികൾച്ചർ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഉണ്ട്. മൂന്നാമത് പറഞ്ഞ ഡീപ് ടെക് ആണ്, ഡീപ് ടെക്നോളജി ഡെവലപ്മെൻറ്റ്. കാരണം നമ്മൾ കൺസ്യൂമേഴ്സാണ്, അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ ഡീപ് ടെക്നോളജി ഡെവലപ്മെൻറ്റ്, ഡീപ് ടെക്, ഹെൽത്ത് കെയർ, ഈ പറയുന്ന ഗവേണൻസ്. ഹെൽത്ത് കെയറിൽ ഞങ്ങൾ ആദ്യത്തെ 12 മാസം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരം ഇതാണ്, ഞങ്ങൾ ജെറിയാട്രിക് കെയർ. കാരണം കേരളത്തിന് വളരെ ആവശ്യമുള്ളതാണ്. കാരണം 29 വയസ്സാണ് ആവറേജ് ഇന്ത്യൻ എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അപ്പം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. 29 വയസ്സാണ് ആവറേജ് ഇന്ത്യൻ ഏജ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കേരളം 37 38 നിൽക്കുന്നത്. അതായത് കേരളം ഏകദേശം ഒരു 10 വയസ്സ് മൂത്ത പ്രായമായ, ആവറേജ് ഇന്ത്യനെ അപേക്ഷിച്ച് 10 വയസ്സ് പ്രായമായ ജനതയാണ്. അപ്പം നമ്മൾ കൂടുതൽ പ്രായമായി വരും. ജെറിയാട്രിക് കെയർ, അപ്പോൾ അതിൽ ഇൻ്റർവെൻഷൻ ചെയ്യാൻ പറ്റുമോ? നമ്മളുടെ പേഷ്യൻ്റ് കെയറിൽ, പേഷ്യൻ്റ് എക്സ്പീരിയൻസസിൽ നമുക്ക് ഇൻ്റർവെൻഷൻ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ഏരിയയിലെ പ്രോഗ്രാംസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ഇന്നോവേറ്റേഴ്സിന് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതാണ് ആദ്യത്തെ 12 മാസം ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്ന്. ഈ മേഖല അറിയാമല്ലോ, അതായത് ശരിക്കും നേരിട്ട് നമ്മളെ ഓരോരുത്തരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. രണ്ടാമത്തത്, നമുക്ക് ഒരുപാട് ലാൻഡൊന്നും ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ലാൻഡ് കൊടുത്ത് ഒരുപാട് വലിയ ഫാക്ടറീസ് ഒന്നും ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഫുഡ് വേണം. നമുക്ക് ഫുഡ് ഇപ്പം നമുക്കറിയാം, ഒരുപാട് ആൾക്കാർ ഈ സ്മാർട്ട് ഫാംസിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നോളജീസ് ലോകത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെയുള്ള ടെക്നോളജീസ് ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഗ്രികൾച്ചറിൽ പ്രിസിഷൻ, ഈ സ്മാർട്ട് ഫാമിംഗ് കോണ്ടെക്സിലേക്കുള്ള ഇൻ്റർവെൻഷൻസ് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ഓണ്ടർപ്രണേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും. അതാണ് നമ്മൾ ആലോചിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തെ ഒരു ഡിസ്കഷൻ വന്ന മൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. നമുക്കറിയാം, ഇന്ന് നമുക്കൊരുപാട് ഏജൻസികൾ ഒരുപാട് ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്, സൈലോസിലാണ്. ഇതോടൊപ്പം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സാറ്റലൈറ്റ്സും ഉണ്ട്. അപ്പം മാക്രോ ലെവലും മൈക്രോ ലെവൽ ഡേറ്റയും നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് മനുഷ്യന് നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ AI-ക്കും ഒക്കെ ബിഗ് ഡേറ്റയ്ക്കും ഒക്കെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതിൽ വളരെ മൈനർ ചേഞ്ചസ് പോരും. അതായത് ഒരു വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള ഒരു മലയുടെ മുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് മാക്രോ ലെവൽ ഡേറ്റ കൊണ്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ലാൻഡ് സ്ലൈഡിൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിന് പ്രത്യേകിച്ച് മനുഷ്യന് പോയി കണ്ടുപിടിക്കാൻ പറ്റില്ല, പക്ഷേ AI-ക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പറയാൻ പറ്റും ഇങ്ങനൊരു പ്രശ്നം അവിടെ ഉണ്ട്, നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമുക്ക്, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, വെള്ളം ഒരു സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ വരുമൊന്നുമല്ല, എവിടെയോ മഴ പെയ്തിട്ടാണ്. അപ്പോൾ മഴ വരുന്നത് നമുക്ക് കാണാം, മഴ പെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയാം, ആ മഴ ആ വെള്ളം എങ്ങനെ ഒഴുകി വരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് പ്രഡിക്റ്റബിളാണ്. ഇതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള പ്രോഗ്രാംസും ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഹെൽത്ത് കെയർ ആണെങ്കിൽ നമുക്ക് മെഡിക്കൽ കോളേജ് പോലെയുള്ള എക്കോസിസ്റ്റംസിലോട് വർക്ക് ചെയ്യണം. അപ്പോൾ AI, നമ്മുടെ ഇങ്ങനെയുള്ള ഡോക്ടേഴ്സിന് നമുക്ക് AI-യെക്കുറിച്ച് അവെയർ ആക്കാൻ പറ്റുമോ, എങ്ങനെ പേഷ്യൻ്റ് എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. കർഷകർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിൽ പഠിക്കുന്ന ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പോലുള്ള അങ്ങനത്തെ ആൾക്കാരോട് നമുക്ക് കൊളാബറേറ്റ് വർക്ക് ചെയ്യാൻ പറ്റുമോ? കാരണം ഗ്ലോബൽ എക്സ്പീരിയൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ ചില ഡിജിറ്റൽ ഇൻ്റർവെൻഷൻസ് ഉള്ള പൊട്ടൻഷ്യൽ നമ്മുടെ കയ്യിലുണ്ട്, അപ്പോൾ അത് പഠിപ്പിക്കാൻ പറ്റുമോ, അതിലേക്ക് നമ്മുടെ കുട്ടികളെത്തി. അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഓവറോൾ അജണ്ടയായ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എനേബിൾ ചെയ്യാൻ പറ്റുമോ AI-യിലൂടെ? അത് എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന മേഖലകളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഈ എക്സിക്യൂട്ടീവ് റൂമുകളിൽ നിന്ന് AI ഇറങ്ങി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നു, വളരെ സാധാരണക്കാരിലേക്ക് ഇറങ്ങുന്ന, ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സംസ്ഥാനത്തേക്ക് സംബന്ധിച്ചിടത്തോളം വളരെ എക്സ്പീരിയൻസസ് ഉള്ള, വ്യക്തിഗതമായിട്ട് പല എക്സ്പീരിയൻസസ് ഉള്ള, മെഡിക്കൽ ആയിക്കോട്ടെ, അങ്ങനെ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളായിക്കോട്ടെ, ഓരോ തരത്തിലും വ്യത്യസ്തങ്ങളായ എക്സ്പീരിയൻസ് ഉള്ള, അതിനാൽ സമൃദ്ധമായൊരു സ്ഥലമാണല്ലോ. ഒരുപക്ഷെ AI-യുടെ ഒരു ജനകീയവൽക്കരണം കൂടെ നമ്മുടെ ഇതിനോടൊപ്പം തന്നെ നടക്കേണ്ടതില്ല? അത് തീർച്ചയായും അത് നമ്മളുടെ ഒരു ആഗ്രഹമാണ്. നമ്മൾ എല്ലാവരും AI അറിയുന്ന ഒരു
എന്താ പറയുക, ഒരു AI ലിറ്ററസി പ്രോഗ്രാം വല്ലതും ചെയ്യാൻ പറ്റുമോ? അതായത് എല്ലാവർക്കും അറിയണം. വേറൊന്നുമല്ല, വീട്ടിലിരിക്കുന്ന ഒരു പ്രായമായ അമ്മയ്ക്ക് അറിയണം, ഒരു റെക്കമെൻഡേഷൻ വരുമ്പോൾ ഇത് ഒരാൾ പറഞ്ഞു തന്നതല്ല, എനിക്കൊരു AI പറഞ്ഞു തന്നതാണ്, അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് വേണം ഇതിൽ കൈകാര്യം ചെയ്യാൻ എന്ന് പറയുന്ന, അതാണ് ഒരു ലിറ്ററസിയുടെ ഭാഗം. അവർ AIയുടെ അൽഗോറിതംസിനെ കുറിച്ചൊന്നും അറിയേണ്ട കാര്യമില്ല. ഒരു കുട്ടി അതിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് അറിയണം. അതായത് AIക്ക് റെഗുലേഷൻസ് വരുന്ന ഒരു കാലഘട്ടം. നമുക്കറിയാം GDPR, യൂറോപ്പിലെ GDPR റെഗുലേഷൻ, ഡേറ്റ റെഗുലേഷൻ. ആ റെഗുലേഷൻ വന്നപ്പോൾ അതിന് നമ്മൾ ഫോളോ ചെയ്തു. അത് നമ്മൾ ഫോളോ ചെയ്ത് ഇന്ത്യയുടെ നമ്മുടെ DPDP ആക്ട് പോലെയുള്ള കാര്യങ്ങളിലേക്ക്. അപ്പം നമുക്കറിയാം AI പോലുള്ള മേഖലകളിൽ റെഗുലേഷൻസ്, അതിനെ നിയന്ത്രിക്കേണ്ട ആവശ്യം മനസ്സിലായിട്ട് പല ഗവൺമെൻറ്റുകളും അതിലേക്ക് പോയിട്ടുള്ള ഒരു കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. GDPR യൂറോപ്പിൽ വന്നു, അത് ബാക്കിയുള്ള രാജ്യങ്ങൾ അഡോപ്റ്റ് ചെയ്ത്. ഇന്ത്യയിൽ നമ്മുടെ DPDP ആക്ട്, അതായത് ഡേറ്റ എങ്ങനെ ഉപയോഗിക്കാം, ഫിഡീഷ്യറിയുടെ ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്ന രീതികൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ ഡേറ്റ സബ്ജക്റ്റ്, നമ്മളുടെ ഡേറ്റ, നമ്മളുടെ അവകാശം, അതിനെക്കുറിച്ച് ഗവൺമെൻറ്റിന് അന്ന് എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് DPDP പറയുന്നത്. ഇതുപോലെ യൂറോപ്പിൽ ഒരു AI ആക്ട് വന്നിട്ടുണ്ട്. അത് വളരെ താമസിയാതെ AI ആക്ട് ഇനാക്ട് ചെയ്യപ്പെടുകയാണ്. അതായത് നമ്മൾ എല്ലാ രീതിയിലും അത് AI നിങ്ങൾ ഒരു പബ്ലിക് സിസ്റ്റത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ അത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തിനൊക്കെ AI ഉപയോഗിക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് യൂറോപ്യൻ AI ആക്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലും AI ആക്ട് വരും. അതിൽ വളരെ പ്രൈമറി ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ആളുകളുടെ പല തരത്തിലുള്ള മേഖലകളിലെ അവകാശങ്ങളെക്കുറിച്ച്. അതിലൊന്ന് ഹെൽത്ത് കെയർ ആണ്. ഇതൊരു ഹൈ റിസ്ക് AI ആണ്. അത് നിങ്ങൾ AI അവിടെ ഹെൽത്ത് കെയറിൻ്റെ സർവീസസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആ AI പറയണം ഞാനൊരു തീരുമാനമെടുത്തത് എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ തീരുമാനം, എക്സ്പ്ലെയിനബിൾ AI എന്ന് പറയും. ഇതാണ് റീസൺസ്. ഇതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിൽ AI ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു സ്കോർ AI കൊടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ആ സ്കോർ എന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം AI ഏൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ AI ഉപയോഗിക്കുന്ന ഓർഗനൈസേഷൻ ഏൽപ്പിക്കുകയാണ്. ഇതെല്ലാം ഹൈ റിസ്ക് AIയുടെ കൂട്ടത്തിലാണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അവയർനെസ്സിൻ്റെ ഭാഗമാണ് AI ഉപയോഗിച്ച് ഒരു സിസ്റ്റം നമ്മൾക്കൊരു ലോൺ തരാതിരിക്കുമ്പോൾ നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ ഞാൻ AIയുടെ ലിറ്ററസിയിലെ ഒരു സിറ്റിസൺ അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് അറിയാം എന്തുകൊണ്ട് എനിക്ക്, കാരണം എനിക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഈ AI ആക്ട് തരുന്നുണ്ട്. ഇത് കുട്ടിക്കറിയണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഡിജിറ്റൽ ലിറ്ററസി പോലെ ഒരു AI ലിറ്ററസി എല്ലാവർക്കും വരും. കാരണം എല്ലാവരുടെ ജീവിതത്തിലും AI ഇപ്പോൾ തന്നെ കടന്നുകൂടിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു AI ടച്ച് ചെയ്യാതെ, ഒരു ഡിജിറ്റൽ ഡിവൈസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ AI ടച്ച് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഒരു തീരുമാനമെങ്കിലും അത് AIയുടെ ഇൻഫ്ലുവൻസിലാണ്, സജഷൻ ആയിരിക്കാം എന്ന്. സാർ, അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് കൗതുകരമായൊരു മറ്റൊരു കാര്യം ഓർക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ആന്ത്രോപിക് ഒരു പ്രസ് റിലീസ് പുറത്തുവിടുന്നത്. അവർ ആവശ്യപ്പെടുന്നത് ഒരു ഡിജിറ്റൽ റെഗുലേഷൻ ഹോൾ വേൾഡ് വരികയാണെങ്കിൽ ഞങ്ങളൊക്കെ അതുമായിട്ട് അത് അംഗീകരിച്ചു പോകും. പക്ഷേ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് അവർ ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യം കൈവിട്ടു പോകുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് വലിയ രീതിയിൽ വലിയ റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടാകുന്നു. ഈ സാങ്കേതികവിദ്യ കൈവിട്ടു പോകുന്ന രീതിയിൽ സ്വയം റിപ്പയർ ചെയ്ത്, സ്വയം പാച്ചപ്പ് ചെയ്ത്, സ്വയം പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ ഈ കാര്യങ്ങൾ ചെന്നെത്തുന്നു. അത് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. ആ ഇമ്പാക്റ്റ് നേരിടാനായിട്ട് ഒരു വേൾഡ് സൊസൈറ്റി, വേൾഡ് ആസ് എ ഹോൾ തയ്യാറെടുത്തിട്ടില്ല. വേൾഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഫേസ് ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ആന്ത്രോപിക് സമാന രീതിയിലുള്ള മറ്റ് ഡെവലപ്പേഴ്സ് അടക്കമുള്ളവർക്കൊക്കെ അവരെയൊക്കെ ചേർത്തുകൊണ്ടൊരു സന്ദേശം എല്ലാവർക്കും കൂടെ ഉള്ളൊരു മുന്നറിയിപ്പാണ്. വലിയൊരു അപകട സൂചന കൂടെ മുന്നോട്ട് വയ്ക്കപ്പെടുകയാണ്. അപ്പോൾ ഈ നേരത്തെ അങ്ങ് സൂചിപ്പിച്ച റെഗുലേഷൻ്റെ ഒരു സാധ്യതയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അത്ര ഭീതിതമായൊരു സാഹചര്യം നിലവിലുണ്ടോ? അത് തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. ഈ ആന്ത്രോപിക് അല്ലെങ്കിൽ ഈ കമ്പനികൾ പറയുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവണം. ഈ ആന്ത്രോപിക് എന്ന് പറഞ്ഞുകൊണ്ട് മൈത്തോസ് എന്ന് പറഞ്ഞ ആന്ത്രോപിക്കിൻ്റെ ഒരു ടൂൾ വന്നു. സൈബർ സെക്യൂരിറ്റിയിൽ ആൾക്കാർ ഒരുപാടുള്ള ഒരു മേഖലയാണ് വൾനറബിലിറ്റി അനാലിസിസ് ആൻഡ് പെനട്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു
വെബ്സൈറ്റിൽ എങ്ങനെയൊക്കെ കടന്നുകൂടാം, അതിൽ എങ്ങനെയൊക്കെ കടന്ന് കൂടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, വൾണറബിലിറ്റീസ് എന്താണ്, അത് എങ്ങനെയൊക്കെ ഫെയിൽ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അത് ചെയ്യുന്നത് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസ്, അതിൻ്റെ ഒരു കൂട്ടം ആളുകളിരുന്ന് മാസങ്ങളോളം ചെയ്ത് റിപ്പോർട്ട് കൊടുക്കുന്ന കാര്യം ഈ ക്ലൗഡ് എന്ന് പറയുന്ന മൈതോസ് എന്ന് പറയുന്ന ടൂൾ മിനിറ്റുകൾക്കൊണ്ടോ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വലിയ സിസ്റ്റംസിൻ്റെ ഈ VAPT ഒക്കെ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ ഇത് നല്ലതാണോ, ഇതിന് പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ ഉപയോഗിക്കാം. ഇത് തന്നെ ഉപയോഗിച്ച് എനിക്ക് എങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് കയറാം എന്ന് പഠിക്കാനും കഴിയും. അതായത് സെക്യൂരിറ്റിയുടെ അപ്പുറത്തെ സൈഡാണ് വൾണറബിൾ ആവുന്ന അല്ലെങ്കിൽ വൾണറബിലിറ്റി കണ്ടുപിടിക്കാൻ കഴിയുന്ന സൊല്യൂഷൻസ് അത് മിസ്യൂസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുടെ കയ്യിലെത്തുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ AI ടൂളുകൾ ഉപയോഗിച്ച ആൾക്കാർ അവരുടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ അവരുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് പുതിയ രീതിയിൽ സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാധ്യത അവിടെയുണ്ട്. ഞാൻ ഈ പറഞ്ഞത് ഈ ടൂളുകൾ അവർ പബ്ലിക് ആക്കിയിട്ടില്ല. പബ്ലിക് ആക്കിയാൽ നമ്മളുടെ ഗവൺമെൻറ് സിസ്റ്റംസും ബാങ്കിങ് സിസ്റ്റംസും ഒന്നും സെക്യൂർ അല്ലാതെ. അതെ. അപ്പം ഇതാണ് പ്രശ്നം. പബ്ലിക് ആക്കാത്തത് അവരുടെ പ്രശ്നം ഇതാണ്. അപ്പോൾ ഇതൊരു വലിയ എന്താ പറയുക, വലിയൊരു നമ്മളുടെ പബ്ലിക് അല്ലെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കുന്ന സിസ്റ്റത്തിലുള്ള ആ സിസ്റ്റംസിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സാധ്യത അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരിലേക്ക് എത്തിക്കുന്നു എന്നൊരു ഒരു വലിയ അപകടം അവിടെയുണ്ട്. അപ്പം ഏതൊരു ടെക്നോളജിയുടെയും ഒരു നല്ല വശവും മോശവശവും എന്ന് പറയുന്ന ആ രീതിയിലാണ് ഞാൻ കാണുന്നത്. രണ്ടാമത് ഏജൻറ്റിക് AI. അതായത് നമുക്കറിയാം, ഒരു ട്രാവൽ ഏജൻറ്റിൽ നമ്മൾ ചെന്നിട്ട് പറയുകയാണ് എനിക്കൊരു മലേഷ്യൻ ട്രിപ്പ് വേണം എന്ന് അയാളോട് പറയുമ്പോൾ അയാൾക്ക് അയാളൊരു എയർലൈൻ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല, അയാൾക്ക് ലോക്കൽ ബസ്സുകളോ കാറുകളോ ഒന്നുമില്ല, അയാൾക്കുള്ളതൊരു ഓഫീസും കുറേ മൾട്ടിപ്പിൾ അയാളെപ്പോലെയുള്ള ഏജൻറ്റുകളുമായിട്ടുള്ള ഒരു കണക്ഷനുമാണ്. അയാൾ നമ്മളുടെ റിക്വയർമെൻറ്റിനെ പല ഏജൻറ്റുകളുമായിട്ട്, പക്ഷേ നമ്മുടെ റിക്വയർമെൻറ്റ് വളരെ ക്ലിയർ ആണ്. എനിക്ക് മലേഷ്യയിൽ ഇന്ന ദിവസം പോയി തിരിച്ച് ഒരു ബിസിനസ് ട്രിപ്പാണ്, പോയിട്ട് ഇന്ന കാര്യങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു വരണം, ഇതാണ് റിക്വയർമെൻറ്റ്, എനിക്ക് ഇത്തരത്തിലുള്ള ഹോട്ടൽ വേണം, ഇങ്ങനെയുള്ള ട്രാവൽ വേണം ഒക്കെ പറഞ്ഞു. അതൊക്കെ എല്ലാം അയാൾ അറേഞ്ച് ചെയ്ത് തരും. അതായത് നമ്മുടെ ഒരു കംപ്ലീറ്റ് കാര്യം ചെയ്തു തരുന്ന ഒരാളാണ് ആ ഏജൻറ്റ് അല്ലെങ്കിൽ ആ എൻറ്റിറ്റി. ഇത് തന്നെയാണ് ഏജൻറ്റിക് AI. നമ്മുടെ ട്രാവൽ ഏജൻറ്റ് പല എയർലൈൻ ബുക്ക് ചെയ്യുന്ന വേറൊരു ഏജൻസിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നു, ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസിയായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നു, ഈ ഹോട്ടൽസ് ബുക്ക് ചെയ്യുന്ന ഏജൻസിയായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നു. എല്ലാം കമ്പൈൻ ചെയ്ത് നമുക്കൊരു സർവീസ്, നമ്മൾ അവരെ ആരെയും അറിയേണ്ട കാര്യമില്ല. ഇതുപോലെ കുറേ ഏജൻസികൾ ഒന്നിച്ചിരുന്ന് നമുക്ക് ഒരു സർവീസ് തരാൻ പറ്റുമോ, അങ്ങനെ ആ ഏജൻറ്റുകൾ ഓരോന്നും AI ഏജൻ്റ് ആവാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് ഏജൻറ്റിക് AI. അപ്പോൾ ഓരോ ഏജൻറ്റും ഒരു ഏജൻറ്റ് ചിലപ്പോൾ നമ്മളോട് സംസാരിക്കുന്ന LLM ആവാം, വേറൊരു ഏജൻറ്റ് ഒരു പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഏജൻ്റ് ആവാം, വേറൊരു ഏജൻറ്റ് ഒരു മോണിറ്ററി ട്രാൻസാക്ഷൻ ട്രാക്ക് ചെയ്യുന്ന ഒരു ഏജൻ്റ് ആവാം, വേറൊന്ന് ബെസ്റ്റ് ഹോട്ടൽ കണ്ടുപിടിച്ച് നമുക്ക് ബുക്ക് ചെയ്യുന്ന ഏജൻ്റ് ആവാം. അങ്ങനെ കുറേ ഏജൻസ് ഇരുന്നിട്ട് ചെയ്യാം. മുമ്പും ഇത് ഒരു 10-20 വർഷം മുമ്പ് തന്നെ RPA എന്ന പേരിൽ, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ എന്ന പേരിൽ ഇതുണ്ടായിരുന്നു. ഇവിടെ AI വന്നതോടുകൂടി ഒരു AI ഏജൻറ്റിക് സിസ്റ്റം. അപ്പോൾ AI ഏജൻറ്റിക് സിസ്റ്റത്തിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ അപകടം കുറച്ചുകൂടി വലുതാകുകയാണ്. അതായത് ഇന്ന് ഒരു ആൾ ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ ഒരു ആളുകളുടെ കളക്ഷൻ ചെയ്യുന്നതിന് പകരം ഏജൻറ്റുകൾ, വലിയൊരു ഏജൻറ്റിക് നെറ്റ്വർക്ക്, നമ്മൾ ബോട്ട് നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്ന ഒരു ഏജൻറ്റിക് നെറ്റ്വർക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അവിടെ നല്ലതിനും ചീത്ത കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും ചില റെഗുലേഷൻസ് ഉണ്ടായേ തീരൂ. കാരണം ഉപയോഗിക്കുന്ന രീതി ആണ് അതിൻ്റെ ഗുണവും ദോഷവും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കൺസേൺ വളരെ ജെന്യൂനാണ്. ഏജൻറ്റിക് AI-ക്ക് വേണ്ടിയിട്ട് അവരുടേതായ ഒരു സോഷ്യൽ നെറ്റ്വർക്ക്, അവരുടേതായ പല സോഷ്യൽ നെറ്റ്വർക്കും വന്നിട്ടുണ്ട്. അത് ഏജൻറ്റുകൾക്ക് മാത്രം ജോയിൻ ചെയ്യാൻ പറ്റുന്ന സോഷ്യൽ നെറ്റ്വർക്ക്. അപ്പോൾ ആ സോഷ്യൽ നെറ്റ്വർക്കിൽ ഏജൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും നമ്മൾക്ക് മനസ്സിലാവാത്ത ഒരു ഭാഷയിലേക്ക് ഏജൻറ്റുകളുടെ സംസാരം മാറുകയും അവർ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലേക്കുള്ള പുതിയ ആക്ഷനുകൾ നമ്മളുടെ ഫോർ എക്സാമ്പിൾ ഒരു ഏജൻറ്റിക് സിസ്റ്റംസ് മാനേജ് ചെയ്യുന്ന ഒരു ബാങ്കിങ് എൻവയോൺമെൻ്റ് ആണെന്ന് വിചാരിക്കുക. നമ്മൾക്ക് മനുഷ്യന് ആവശ്യമുള്ള അല്ലെങ്കിൽ സമൂഹത്തിന് നല്ലതാവുന്ന ചില രീതികളുണ്ട്, പ്രോട്ടോക്കോൾസ് ഉണ്ട്. ഈ പ്രോട്ടോക്കോൾസിൽ നിന്ന് ഏജൻറ്റുകളുടെ ആ കളക്ഷൻ്റെ തീരുമാനങ്ങൾ വയലേറ്റ് ചെയ്താൽ, അങ്ങനെ ട്രാൻസാക്ഷൻസ് ഇനേബിൾ ചെയ്യപ്പെട്ടാൽ
അപ്പോൾ അങ്ങനെയുള്ള ഏജൻറ്റിൻ്റെ, അതായത് നമ്മളൊരു നമുക്കറിയാം, നമ്മൾ മൃഗശാലയിൽ പോകുമ്പോൾ നമ്മൾ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമലിനെ എന്താ പറയുക, ഒരു കൂടിന് ഒരു കേജിങ് ചെയ്യും. ഇതുപോലെ ഒരു റെഗുലേറ്ററി കേജിങ് എഐക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഇത് ഒരു ഏജൻ്റ് അല്ല, മൾട്ടിപ്പിൾ ഏജൻസ് ആണ്, കൊളാബറേഷൻ പോസിബിലിറ്റി ഉണ്ട്. ആ ഏജൻറ്റുകൾക്ക് സ്വന്തമായി ഇവോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഏജൻറ്റുകൾ ഉണ്ടാക്കാൻ ഇന്ന് ഏജൻറ്റുകൾക്ക് കഴിയും. ക്ലൗഡ് കോഡിന് കോഡ് എഴുതാൻ പറ്റും. ആ കോഡ് എന്താ പറയുക, ഈ ക്ലൗഡ് കോഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കോഡാണല്ലോ. അപ്പോൾ കോഡിന് കോഡ് എഴുതാം, എഐക്ക് ഉണ്ടാക്കാം, ഏജൻറ്റുകൾ കൊളാബറേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു റെഗുലേറ്ററി ഫ്രെയിം വർക്കിൻ്റെ ആവശ്യം വളരെ വളരെ നിർണായകമാണ് എന്നാണ്